പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് സുപ്രസിദ്ധമായ ഏറ്റുമാനൂർ ശിവക്ഷേത്രം. മഹാദേവൻ 3 ഭാവങ്ങളിൽ നിത്യേന ദർശനം നൽകുന്ന മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതലായി ഭക്തസജ്ജനങ്ങളുടെ സജീവമായ സാന്നിധ്യമുണ്ടാകുന്ന ദിവസങ്ങളാണ് കുംഭമാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആണ്ടുത്സവം. ഇത്തവണത്തെ ആണ്ടുത്സവം മഹാദേവൻ്റെ തിരുവുത്സവം എന്നറിയപ്പെടുന്ന ഏറ്റുമാനൂർ ഉത്സവം 2026 ഫെബ്രുവരി 18 മുതൽ ആരംഭിക്കുകയാണ്. ആ 18-ാം തീയതി ഭഗവാന് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം എന്ന് പറയുന്ന മഹത്തായ ഒരു ചടങ്ങ് നടക്കുന്നതോടുകൂടിയാണ് ഉത്സവ ദിനരാത്രങ്ങൾക്ക് നാന്ദിയാവുന്നത്. ഒരു ക്ഷേത്രത്തിലെ ആരാധനാലയത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയും ഉപദേവ പരിവാര ചൈതന്യങ്ങളെ അത്രയും ചൈതന്യവത്താക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. 5 ഘടകങ്ങളാണ് ഒരു ക്ഷേത്ര പ്രതിഷ്ഠയെ ചൈതന്യപൂർണമാക്കിയിടുന്നത്. അതിലാദ്യത്തേത് ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യപ്രതിഷ്ഠയും പരിവാര ദേവതകളെയും ഒക്കെ പൂജിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ആചാര്യൻ്റെ തപസ് അഥവാ സമർപ്പണത്തോടു കൂടിയ സേവനം. രണ്ടാമത്തേത് വേദോപാസന. 4 വേദങ്ങളെയും അതിൻ്റേതായ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിക്കുന്ന ആ വേദോപാസനയാണ് രണ്ടാമത്തേതായ ചൈതന്യ വർദ്ധനവിൻ്റെ ഉപാധി. മൂന്നാമത്തേതാവട്ടെ നിത്യനിധാനാദി കർമ്മങ്ങളെല്ലാം തന്നെ യഥോചിതം യഥാവിധി വിധിമുറകളെ പാലിച്ചുകൊണ്ട് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. 4ാമത്തേതാണ് ഉത്സവം. ഉത് എന്ന മഹാചൈതന്യം സവം ചെയ്യുക എന്നതാണ് ഉത്സവത്തിൻ്റെ അർത്ഥതലം. 5ാമത്തേതാവട്ടെ അന്നദാനം. ഇങ്ങനെ ആചാര്യ തപസ്സും വേദോപാസനയും നിത്യനിധാനാദികളും ഉത്സവവും അന്നദാനവും ഒക്കെ ചേർന്ന് വരുന്ന ഒന്നാണ് ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവം. 1976 അക്കരപ്പച്ച എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ഒരു ഗാനം തന്നെ പ്രസിദ്ധമാണ്. നമുക്കറിയാം ഏറ്റുമാനൂർ അമ്പലത്തിൽ എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. സാധാരണഗതിയിൽ ചതയം നാളിൽ കൊടിയേറി തിരുവാതിരയിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്നതായിട്ടാണ് ഈ ഏറ്റുമാനൂർ തിരുവുത്സവം നടന്നു വരുന്നത്. ഇവിടെ തിരുവരങ്ങ് എന്ന് പറയുന്ന വലിയൊരു വിശാലമായ സ്റ്റേജ് വേദിക. ഈ വേദിയിലാണ് പ്രഗത്ഭമതികളായിട്ടുള്ള ലോകപ്രശസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാകുന്ന ദിനരാത്രങ്ങൾ, ഉത്സവരാവുകൾ ഉണർന്ന് എല്ലാവരിലേക്കും ആനന്ദം വർഷിക്കുന്ന നിരവധി അവതരണങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നത്. കഥകളി, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള നൃത്യങ്ങൾ, പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യങ്ങൾ കൊണ്ടുള്ള ഗാന അവതരണങ്ങൾ തുടങ്ങി നിരവധി അവതരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കലാപരിപാടികൾ കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നായിരിക്കും ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. ഈ തിരുവുത്സവത്തിലെ ഏറ്റവും ആകർഷണീയമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ആസ്ഥാന മണ്ഡപം എന്ന് പറയുന്ന ഈ ഒരു പരമപവിത്രമായ സന്നിധാനത്തിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളത്താണ്. അത് ഈ ഉത്സവത്തിൻ്റെ 8ാം ദിവസമാണ് നടക്കുക. അതായത് ഭഗവാന്റെ തിടമ്പ് ഈ ആസ്ഥാന മണ്ഡപത്തിൽ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് വയ്ക്കും രാത്രി. അതിന് ആ തിടമ്പിനോട് എഴുന്നള്ളിച്ച് വെച്ച തിടമ്പിന് മുമ്പിൽ ഒരു വലിയൊരു പാത്രം വയ്ക്കും. ആ പാത്രത്തിലാണ് ഈ വലിയ കാണിക്ക ഇടുക. ഒപ്പം തന്നെ 7.5 പൊന്നാന, 4 പേർ ചേർന്ന് ആ 7.5 പൊന്നാന എന്ന് പറയുന്ന ആനകളെ എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഇങ്ങനെ ഈ ഒരു ആസ്ഥാന മണ്ഡപത്തിലേക്ക് ദർശിക്കുവാനും കാണിക്കിടുവാനും വേണ്ടി അനവധി ലക്ഷം പേർ ഭക്തജനങ്ങളാണ് ഈ മണ്ഡപത്തിലേക്ക് കടന്നു വരിക. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇവിടെ ഈ കാഴ്ചപ്പന്തൽ ഒരുക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. സന്ധ്യാസമയം ദീപാരാധനയോട് അടുക്കുന്ന സമയം ഇവിടെ മുഴുവൻ ദീപാലങ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും. കാരണം ഇവിടെ വൈദ്യുത അലങ്കാര ദീപങ്ങൾ ജ്വലിക്കുന്ന ഒരു വിശേഷാൽ കാഴ്ചപ്പന്തൽ തന്നെ ഇവിടെ ഒരുക്കും. 9-ാം ദിവസവും 10-ാം ദിവസവും വളരെയധികം ആകർഷണീയമായ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതായത് 9-ാം ദിവസമാണ് ഭഗവാൻ പള്ളിവേട്ടയ്ക്കായിട്ട് പടിഞ്ഞാറേ നടുവഴി കാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. പള്ളിവേട്ട എന്ന് പറയുമ്പോൾ അതായത് ഈ ദുഷ്ടശക്തികളെ മുഴുവൻ നിഗ്രഹിച്ച് ദുഷ്ടമൃഗങ്ങളെ വനത്തിൽ നിന്നും വേട്ടയാടി മനുഷ്യരെ ഉപദ്രവിക്കുന്ന വന്യമൃഗജീവികളെ, ഉപദ്രവകാരികളായ എല്ലാറ്റിനെയും നിഷ്കരുണം നിഗ്രഹിച്ച് സന്തോഷഭരിതമായ ഒരു അന്തരീക്ഷം, ഗ്രാമാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ
ഈ പള്ളിനായാട്ടിന് പുറപ്പെടുന്ന പള്ളിവേട്ട എന്ന് പറയുന്ന ആ പുറപ്പെടുന്ന പുറപ്പാടിൻ്റെ പ്രത്യേകത. അന്ന് ഭഗവാൻ 3 ആനപ്പുറത്ത് എഴുന്നള്ളി തിരിച്ച് പള്ളിവേട്ട കഴിഞ്ഞ് വരും. ആ ഏത് ദുഷ്ടമൃഗങ്ങളെ നിഗ്രഹിച്ച് ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ട് ഭഗവാൻ അന്ന് വന്ന പള്ളിയുറക്കം അഥവാ പള്ളിക്കുറപ്പ് നടത്തും. പിറ്റേ ദിവസം മീനച്ചിലാറ്റിൽ, ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ അകലെ കിടക്കുന്ന മീനച്ചിലാറ്റിൽ പോരൂർ പോത്തുംകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഭഗവാന്റെ ആറാട്ട് നടക്കുക. ആ ആറാട്ട് നടന്നതിന് ശേഷം, അതായത് സർവ്വപാപകരമായ ആറാട്ട്, ആ ആറാട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങളും അതിൽ നീരാടി തിരിച്ച് ആ 2-2.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിരവധി ഭക്തജനങ്ങൾ നിറപറ വെച്ച് നിലവിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാനെ സ്വീകരിച്ച് ആ ഭക്തി പുരസരം ആ തിരുമുൽ കാഴ്ച നടത്തി സന്ദർശനം നടത്തി സന്തോഷഭരിതമായി ഭഗവാൻ ഓരോ വീടുകളും ഭവനങ്ങളും സന്ദർശിച്ച് ഭക്തജനങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് തിരിച്ച് ഇവിടെ വന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഇവിടെ ആറാട്ടിൻ്റെ കൊടിയിറക്കം നടക്കും. അങ്ങനെ ചരിത്ര പ്രസിദ്ധവും വിശ്വപ്രസിദ്ധവുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ കണ്ട് തൃപ്തി അടയുന്ന ഏറ്റുമാനൂർ മഹോത്സവത്തിന് അഥവാ തിരുവുത്സവത്തിന് ഈ കൊടിയിറക്കത്തോടുകൂടി പരിപൂർണമാകും. ക്ഷേത്ര മീഡിയ തത്സമയം നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ലോകമെമ്പാടുമുള്ള ഉത്സവപ്രേമികളിലേക്കും ഭക്തജന മാനസങ്ങളിലേക്കും ഈ ഉത്സവത്തിൻ്റെ ദൃശ്യചാരുത ഒട്ടും ചോർന്നു പോകാതെ അതിൻ്റെ ഗരിമയും തനിമയും പഴമയും നിലനിർത്തിക്കൊണ്ട് തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏവർക്കും ഈ ഉത്സവത്തിലേക്ക് സ്വാഗതം. ക്ഷേത്ര മീഡിയ ഹാർദവമായി എല്ലാവരെയും ക്ഷണിക്കുന്നു.